തിരുവിളയാടൽ പുരാണത്തിലെ ശിവലിംഗ മഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ് ഇനി നാം കാണാൻ പോകുന്നത്. മഹർഷിമാരോട് അഗസ്ത്യ മഹാമുനി പറയുകയാണ്, ഈ സുന്ദരേശലിംഗം ഉണ്ടായത് അതിപ്രാചീനമായ കാലത്താണ്. മേരുപർവ്വതം, ശ്രീപർവ്വതം, കൈലാസം, മന്ദരപർവ്വതം, വാരണാസി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ ശിവലിംഗം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ മധുരാപുരിയിൽ ശിവലിംഗം സ്വയംഭൂവായുണ്ടായി. അപ്പോൾ അത്രയ്ക്ക് പഴക്കമുള്ള, അത്രയ്ക്ക് പുരാതനമായ ഒരു ശിവലിംഗമാണ് ഇത്. ഇവിടെയാണ് 64 ലീലകൾ നടന്നത്. സുന്ദരേശന് സമാനമായി മറ്റൊരു ദേവനുമില്ല. മൃത്യുഞ്ജയ മന്ത്രത്തെ ഭരദ്വാജ മഹർഷിക്ക് ഉപദേശിച്ച സുന്ദരേശന് സമാനനായ ഒരു ദേവൻ വേറെയില്ല. ഭക്തോത്തമനായ ശരാരി പക്ഷിക്ക് മോക്ഷം നൽകിയ സുന്ദരേശന് സമാനനായ മറ്റൊരു ദേവനില്ല. കുറുക്കന്മാരെയെല്ലാം അശ്വങ്ങളാക്കി പാണ്ഡ്യരാജാവിന് നൽകിയ സുന്ദരേശന് തുല്യനായ ഒരു ദേവൻ ത്രിലോകങ്ങളിൽ എവിടെയുമില്ല. ദ്രാവിഡ ഭാഷാസൂത്രം ഉപദേശിച്ചു തന്ന സുന്ദരേശന് തുല്യനായ ഒരു ദേവൻ വേറെ എവിടെയുമില്ല എന്ന് അഗസ്ത്യ മഹാമുനി പറയുകയാണ്. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠനായ സുന്ദരേശ മഹാലിംഗമാണ് മധുരാപുരിയിൽ കുടികൊള്ളുന്നത്. സർവജഗത്തിനും ആധാരമായിരിക്കുന്നവനും സർവ ദുഃഖങ്ങളെയും ഹനിക്കുന്നവനും ജ്യോതിർമയനുമായ പരമേശ്വരൻ ഭൂലോകവാസികൾക്ക് അഭീഷ്ടസിദ്ധികൾ നൽകുന്നതിനായി മധുരാപുരിയിലെ സുന്ദരേശലിംഗത്തിൽ അധിവസിക്കുന്നു. മറ്റ് ലിംഗങ്ങളെല്ലാം സുന്ദരേശലിംഗം ദർശിക്കാനായി ഇവിടെ വന്നെത്തുന്നു. ഇത്രയും വൈഭവത്തോടു കൂടിയ സുന്ദരേശലിംഗം ദർശിക്കുന്ന മനുഷ്യന് പിന്നെ ഒരു ജന്മം എടുക്കേണ്ടി വരില്ല എന്നാണ് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മറ്റ് മുനിശ്രേഷ്ഠന്മാരോട് പറയുന്നത്. ഇത് കേട്ടിട്ട് വസിഷ്ഠമുനി പറയാണ്, അല്ലയോ മഹാമുനെ, അവിടുന്ന് പറഞ്ഞു തന്ന സോമസുന്ദര ലിംഗ മഹാത്മ്യം, ഹാലാസ്യ ക്ഷേത്ര മഹാത്മ്യം, ഹേമപത്മിനി തീർത്ഥ മഹാത്മ്യം തുടങ്ങിയവെല്ലാം ഞങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ട് സോമസുന്ദരേശനോടുള്ള ഞങ്ങളുടെ ഭക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഭഗവാൻ ശ്രീപരമേശ്വരൻ ഹാലാസ്യത്തിൽ വസിച്ച് 64 ലീലകൾ ചെയ്തതായി അവിടെ നിന്ന് സൂചിപ്പിക്കേണ്ടായി. അത് അവിടെ നിന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഹാലാസ്യനാഥൻ്റെ മഹാത്മ്യം പറയുവാൻ അങ്ങയെപ്പോലെ യോഗ്യനായൊരു മഹാമുനി വേറെ ഈ ലോകത്തിൽ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അഗസ്ത്യ മഹാമുനി പറയുകയാണ്, ഈ ഹാലാസ്യ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് ദേവേന്ദ്രന് ബ്രഹ്മഹത്യാപാപം ഭഗവാൻ ശിവൻ തീർത്തു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാൻ ബ്രഹ്മഹത്യാപാപം ചെയ്ത ദേവേന്ദ്രൻ്റെ ആ പാപവിമോചനത്തിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ മുനിയുടെ വാക്കുകൾ കേൾക്കാം. ദേവേന്ദ്രൻ എങ്ങനെയാണ് ബ്രഹ്മഹത്യാ പാപം ചെയ്തത് എന്നും അത് എങ്ങനെ ഭഗവാൻ ഇല്ലാതാക്കി കൊടുത്തു എന്നും
അടുത്ത ദിവസം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ശിവലിംഗ മഹാത്മ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ലിംഗമഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറയുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ്. പ്രധാനപ്പെട്ട എല്ലാ ആചാര്യന്മാരും ശിവലിംഗ മഹാത്മ്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. മന്ത്രാത്മക സ്വഭാവമുള്ള അനേകം ശിവലിംഗ മന്ത്രങ്ങൾ നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശങ്കര ഭഗവത്പാദ മന്ത്രാത്മക സ്വഭാവത്തോടെ എഴുതിയ ശിവലിംഗാഷ്ടകമാണ്. നമുക്കതിൽ കുറച്ച് ഭാഗം മാത്രം നോക്കാം. ബ്രഹ്മമുരാരി സുരാർച്ചിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം ജന്മജദുഃഖവിനാശകലിംഗം തൽ പ്രണമാമി സദാശിവലിംഗം ദേവമുനി പ്രവരാർച്ചിതലിംഗം കാമഹര കരുണാകരലിംഗം രാവണദർപ്പ വിനാശകലിംഗം തൽ പ്രണമാമി സദാശിവലിംഗം സർവ സുഗന്ധി സുലേപിതലിംഗം ബുദ്ധിവിവർദ്ധന കാരണലിംഗം സിദ്ധ സുരാസുര വന്ദിതലിംഗം തൽ പ്രണമാമി സദാശിവലിംഗം കനകമഹാമണിഭൂഷിതലിംഗം ഫണിപതി വേഷ്ടിത ശോഭിതലിംഗം ദക്ഷസുയജ്ഞവിനാശകലിംഗം തൽ പ്രണമാമി സദാശിവലിംഗം കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാര സുശോഭിതലിംഗം സഞ്ചിതപാപവിനാശകലിംഗം തൽ പ്രണമാമി സദാശിവലിംഗം. എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന സദാശിവലിംഗത്തെ ആരാണോ സ്മരിക്കുന്നത്, ആരാണോ പ്രാർത്ഥിക്കുന്നത്, അവരുടെ ജന്മപാപങ്ങൾ അത്രയും കഴുകിക്കളയപ്പെടും. അപ്പോൾ ശിവലിംഗ സ്മരണ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ശിവനെ പ്രീതിപ്പെടുത്താൻ കഴിയും. അപ്പോൾ ശിവനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും എളുപ്പമാണ് ശിവലിംഗ പ്രാർത്ഥന നടത്തിയാൽ മതി. പരഞ്ജ്യോതി മഹാൻ തന്നെ ഈ സത്യം ലിംഗമഹാത്മ്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. 10 ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ നശിച്ചു പോവും, ചിന്മയം ശിവലിംഗം സ്മരിച്ചിടുകിൽ 100 ജന്മത്തിൽ ചെയ്ത പാപവും അകന്നു പോകും. ആലസ്യേശനെ കാൺമാൻ ഗൃഹത്തിൽ നിന്ന് മെല്ലെ കാലെടുത്തങ്ങ് വയ്ക്കുകിൽ 1000 ജന്മം ചെയ്ത പാതകവും നശിച്ചുടൻ പൂതനായി വരും. പിന്നെ ചേതസീ ഭക്തിയോട് ദർശിക്കിൽ ചൊല്ലേണമോ സ്തോത്രങ്ങൾ കൊണ്ട് രുദ്രസൂക്തങ്ങൾ കൊണ്ടും ശിവസ്തോത്രം ചെയ്തിടുകിൽ കോടിയാഗത്തിൻ ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. ഒരു കൈ ജലം കൊണ്ട് അഭിഷേകം ചെയ്താൽ, ലിംഗത്തെ അഭിഷേകം ചെയ്താൽ പരമേശ്വര ലിംഗേ ചെയ്യുന്ന പുരുഷന് അധികം ഐശ്വര്യവും ലഭിച്ചിടും. അപ്പോൾ ശിവലിംഗത്തെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ശിവലിംഗത്തെ കാണുകയോ ശിവലിംഗത്തെ കൈകൂപ്പുകയോ ശിവലിംഗത്തെ ഒരു കൈ കൊണ്ട് വെള്ളം കൊണ്ട് അർച്ചന ചെയ്യുകയോ എല്ലാം ചെയ്താൽ തന്നെ ഒരാളുടെ പാപം പരിപൂർണമായി തീരും എന്നാണ് ഇവിടെ കവി നമ്മളോട് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് വിശിഷ്ടമാണ് ശിവലിംഗം. സുന്ദരേശലിംഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശിവപാർവതിമാർ ഒരുമിച്ച് വസിക്കുന്ന സ്ഥലമാണത്രേ സുന്ദരേശലിംഗം.
അതാണ് അതിൻ്റെ പ്രത്യേകത. ശിവശക്തി ഐക്യം നടന്നിരിക്കുന്ന ഒരു ലിംഗമാണ് സുന്ദരേശലിംഗം. അവിടെ ശിവനും ശക്തിയും തുല്യ പ്രാധാന്യത്തോടെ വിലസുന്നു. അതുകൊണ്ട് മധുരാപുരിയിലെ സുന്ദരേശലിംഗത്തെ ആരാണോ കൈവണങ്ങുന്നത് അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുക മാത്രമല്ല, ചെയ്ത മുൻജന്മ പാപങ്ങളിൽ നിന്ന് വരെ മോചനം കിട്ടും എന്നാണ് ഇവിടെ ഈ തിരുവിളയാടൽ പുരാണത്തിൽ കവി നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.